എല്ലാവർക്കും ഒരു ഹായ് പോവൂ. ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സീൽ എന്ന ആനിമ സീരീസിന്റെ എപ്പിസോഡ് 15 ഒക്കെ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഫസ്റ്റ് പ്രിലിമിനറി റൗണ്ട് അതിനായിട്ട് പോകുന്ന മാസ്റ്റർ ഹാവച്ചൻ ലീഷൻ അവരെ തടഞ്ഞ ഗുയ്യു പഴയതുപോലെ തന്നെ ഡയലോഗ് ഇപ്പോഴാണ് അത് ഹാവച്ചനാണ് എന്നവന് മനസ്സിലായി. എന്നിരുന്നാലും ഹാവച്ചന് വേസ്റ്റിനെ കിട്ടിയത് എന്നത് അവർക്ക് അറിയില്ല ഇല്ല എന്നാണ് കരുതി വെച്ചേക്കുന്നത്. ലീഷൻ ദേഷ്യപ്പെട്ട് പറയാൻ പോകുമ്പോൾ ഹാവച്ചൻ തടയുന്നുണ്ട്. പ്രശ്നത്തിനായിട്ട് പോകണ്ട എന്ന് കരുതി ഗുയ്യെന്ന് പറഞ്ഞിട്ട് ഒരു ബെറ്റ് വെച്ച് ഹാവച്ചനും ഗുയുവും തമ്മിലെ മത്സരം. അതിൽ ഹാവച്ചൻ തോൽക്കുകയാണെങ്കിൽ എല്ലാവരുടെ മുൻപേച്ചിലെ മാസ്റ്ററിനെ ചെവിക്കലുമാക്കി ഒരടിയടിക്കും. ഹാവച്ചനും തിരിച്ചു ബെറ്റ് വയ്ക്കാൻ എന്ന രീതിയിൽ അതുപോലെ തന്നെ തിരിച്ചു അടിക്കും എന്ന് പറയുമ്പോൾ കാണാം. അങ്ങനെ അത് കഴിഞ്ഞ് അവർ അരീനയിലേക്ക് എത്തി. അവിടെ ലീഷൻ വിചാരിച്ചതുപോലെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അത് പറയുമ്പോൾ ഇതെന്താ കാഴ്ചയ്ക്ക് വേണ്ടിയാണോ? ഇതൊരു ഓരോരുത്തരുടെയും തലവരെയാണ്. അതിനുശേഷം പോയിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ തന്നെ നൈറ്റ് ടെമ്പിളിലെ പ്രധാന ആൾക്കാർ അവിടെ വന്നു. അതിലെ ഹാൻകുവാൻ എന്ന കോർഡിനേറ്റ് ലീഡർ സംസാരിക്കാനായി തുടങ്ങി. അതേ കാര്യം തന്നെ 6000 വർഷങ്ങൾ ഇരുട്ടിലായി കിടന്നു. കഴിഞ്ഞ 1000 വർഷമായിട്ട് എതിർക്കാൻ നോക്കുന്നു. 6 ടെമ്പിൾസ് ആണ് സമാധാനം കൊണ്ടുവരാനുള്ള ഒരേ ഒരു ഹോപ്പ്. അതിനുവേണ്ടിയാണ് ഈ കോമ്പറ്റീഷൻ പോലെ. എല്ലാവരുടെ ടാലന്റ് സ്കില്ലും വളർത്തിയെടുക്കും. ഡീമൺസിനെ കൊന്നുകളയാനാണല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഒരു നൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉള്ളൊരു ഉത്തരം പറയാനായിട്ട് തുടങ്ങി. എല്ലാവരെയും സംരക്ഷിക്കണം, ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യണം, സമാധാനം കൊണ്ടുവരണം. അങ്ങനെ അവസാനം ഹോളി നൈറ്റ് പ്രിലിമിനറി ഡീമൺ ഹണ്ടിങ് ട്രയൽ അത് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറയുകയാണ്. ഇവരുടെ എല്ലാവരുടെ വലിയൊരു ലക്ഷ്യം അതെന്താണെന്ന് ഫെൻഷനെ കൊല്ലുക എന്ന് തന്നെയാണ്. ഇപ്രാവശ്യം സ്ട്രോങ് ആയവരാണ് എന്ന് തോന്നുന്നു എന്നൊക്കെ അവിടെ സംസാരമുണ്ട്. അവിടെ മാസ്ക് ഇട്ട ഒരുത്തനുണ്ട്. അവനെ കണ്ട് ഹാൻകുവാൻ എന്തൊന്ന് ചിന്തിക്കുന്നു. അത് കഴിഞ്ഞ് മത്സരം തുടങ്ങി. 138 ആൾക്കാരുണ്ട്. അതിൽ ലെവൽ 5 ആയ 4 പേര്. അവർക്ക് 2 റൗണ്ട് അത് മത്സരിക്കണ്ട. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ ആ 6 ടെമ്പിളിലും ആ ലെവൽ 5 ആൾക്കാർ ആരൊക്കെയെന്ന് നോക്കിയാൽ ഒരുത്തൻ ജിയാക്കു, ഒന്ന് യാങ് വെൻ ഷൗ, ഡവാനി ഹാന്യു. ഇതില് യാങ് വെൻ ഷൗ എന്ന യാങ് എന്ന് പറയാം, ഹാന്യു അവനെ ഒന്ന് നോക്കി ചെയ്യുക. ആ മാസ്ക് ഇട്ടതാണ് ഹാന്യു. ഇതിലാരെങ്കിലും കൊല്ലാനോ അങ്ങനെയുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അവരെ പുറത്താക്കും എന്ന് പറയുന്നുണ്ട്. ഹാവച്ചൻ ഞാൻ സ്ട്രോങ് ആയവരായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് റൗണ്ട് തന്നെ 97 നമ്പർ ഹാവച്ചനാണ്. ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നു. അവനെ പോയി നിൽക്കുന്നു. അവരുടെ ബീച്ചിനെ എടുക്കാനായിട്ട് പറയുമ്പോൾ മറ്റവനൊരു കുതിരയാണ് എടുക്കുന്നത്. അത് സ്നോ ഹോഴ്സ് ആണ്. അതിന് സംഭവം സ്കില്ല് വെച്ച് സ്ലോ ആക്കാൻ കഴിയും. ഹാവച്ചനെടുത്ത് ചോദിക്കുമ്പോൾ അവന് ബീസ്റ്റ് ഇല്ല. അതുകൊണ്ട് അവിടെ ഉള്ളവർ എങ്കിൽ ഏകദേശം ജയമാർക്കെന്ന് മനസ്സിലായി. മാസ്റ്റർ ചോദിക്കുമ്പോൾ ഹായു അവൻ്റെ വേൾഡിലേക്ക് പോയി ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലോ ബീസ്റ്റിലേക്ക് തോൽപ്പിക്ക് തുല്യമാണ്. എന്നാൽ ഹാവച്ചൻ അക്യുമുലേറ്റീവ് മൊമെൻറ്റം എന്നൊരു സ്പെഷ്യൽ സ്കില്ല് അത് യൂസ് ചെയ്യുകയാണ്. അതെന്നത് എനർജി എന്നത് ബേൺ ചെയ്യിപ്പിക്കും. അത് ഉപയോഗിക്കാൻ കഴിയും. അത് ഉപയോഗിക്കുമ്പോൾ കല്ലിൽ നമ്മൾ അടിക്കുന്നത് പോലെ അത്ര സ്ട്രോങ് ആയിരിക്കും. അത് അവന് മനസ്സിലാകുന്നില്ല. അവിടെ ഉള്ളവരാകട്ടെ ഞെട്ടിപ്പോയി. കാരണം ഈ ചെറിയ പ്രായത്തിൽ അക്യുമുലേറ്റീവ് മൊമെൻറ്റം അത് ഉപയോഗിക്കുക സാധാരണ രീതിയിൽ കഴിയില്ല. എന്നാൽ ഇത് വളരെ വ്യത്യസ്തമായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. അവനാണെങ്കിൽ സോളിൽ ലൈറ്റൊക്കെ ഫയറൊക്കെ ചേർത്ത് നേരെ യൂസ് ചെയ്ത് ചാടി വരുന്നു. അവൻ്റെ അറ്റാക്ക് അടുത്തെത്തിയപ്പോൾ തന്നെ അവൻ ആ അക്യുമുലേറ്റീവ് മൊമെൻറ്റം ആ ഷീൽഡിലേക്കിട്ട് ഡിവൈൻ പാരി സ്കില്ല് കൂടി ചേർത്ത് തടഞ്ഞു. അതുപോലെ തന്നെ ആ സമയത്ത് ലൈറ്റ് ചോപ്പർ അതുകൂടി അറ്റാക്ക് ചെയ്ത് കൊടുത്തു. അവനതിൽ തെറിച്ചു പോയി വീണ്. എല്ലാവരും ഇപ്പോൾ എന്താണ് നടന്നതെന്ന് മനസ്സിലായില്ല. ഒറ്റ സ്ട്രൈക്കിൽ വീഴ്ത്തി. ഗൊയ്യുമാകട്ടെ ഷോക്ക്. ഹാവച്ചൻ ജയിച്ചു. അവൻ അവിടെ നിന്ന് കൂളായിട്ട് പോകുന്നു. ഞാൻ അങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തോറ്റേ എന്ന രീതിയിൽ അവനും മാസ്റ്ററിനോട് ചോദിക്കുമ്പോൾ മനസ്സിൽ അവൻ ഒന്നാണ് കാണിച്ചെങ്കിലും അത് 2ആയിരുന്നു. ഡിവൈൻ പാരി ലൈറ്റ് ചോപ്പറും അതിൻ്റെ കൂടെ അക്യുമുലേറ്റീവ് മൊമെൻറ്റും. ഇത് ലെവൽ 5 തുല്യമാണ്. അവിടെ മുകളിൽ ഉള്ളവരാകട്ടെ അതിശയിക്കുന്നു. ഇനിയുണ്ടല്ലോ ഫൈറ്റുകൾ എന്ന് പറയുകയാണ്. എന്നാൽ ഹാവച്ചൻ്റെ കയ്യിലുള്ള ഇൻഹെറിറ്റ് റിങ് അതുകൊണ്ട് എന്തൊരു സംശയം തോന്നി. അവൻ്റെ ടീച്ചർ അതാരാണെന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും എന്ന് പറഞ്ഞു വിട്ടു. അവനോട് പോയി ട്രെയിനിങ് എടുക്കാനായിട്ട് പറയുമ്പോൾ ലീഷിൻ്റെ മാച്ച് കൂട്ടി കണ്ടിട്ട് പോകാം എന്ന് പറയുന്നു. അവളവനോട് ഞാൻ എന്തായാലും ജയിക്കും, നീ പോയിക്കോ. അത് കഴിഞ്ഞ് വെളിയിൽ ലിൻ തന്ന ആപ്പിൾസ് അത് കാരണമാണ് പെട്ടെന്ന് കൂടുന്നത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ ഹീറോയിൻ വരുന്നത്. അവനെ പാസ് ചെയ്തു പോകുന്നു. അത് കഴിഞ്ഞ് മറ്റു ടെമ്പിളിൽ നടക്കുന്നതാണ് കാണിക്കുന്നത്. ലിൻ ലെവൽ 2 ആണല്ലോ, ലെവൽ 5 ആണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് 2 മാച്ച് സ്കിപ്പ് ചെയ്യാം എന്ന് അവിടെയുള്ള 2 പേരോട് പറയുന്നു. എന്നാൽ മൈൻഡില്ല. ഇത് നല്ല ബോറ്. ഹാവച്ചൻ്റെ എന്തായി എന്നാണ് ആലോചിക്കുന്നത്. അതുപോലെ വാരിയർ ടെമ്പിളിലെ 2 പേര്. അതിലൊരു പെണ്ണ്, അവളുടെ പേര് വാങ് യുവാൻ, എളുപ്പത്തിന് വാങ് ഷി എന്ന് പറയാം. അവനാകട്ടെ നീ തോൽവി സമ്മതിക്കുന്നതാണ് നല്ലത്. അതിന് അവൾ തിരികെ പിന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു വാരിയർ എന്നത് വാറിന് മുൻപിൽ നിൽക്കേണ്ട ആളാണല്ലോ. നല്ല ഫൈറ്റിൽ എക്സ്പീരിയൻസ് കാണും. അങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത്. ഇവിടെ പറയാൻ കാരണമൊന്നുമില്ല, വെറുതെ പറഞ്ഞ്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്. അതൊക്കെ പോകെ പറയാം. ഇപ്പോൾ അവനെ അടിച്ചു വീഴ്ത്തി റെൻവുക്കോങ്. അത് കണ്ടിട്ട് അവളൊരു ലിറ്റിൽ മോൺസ്റ്റർ തന്നെ എന്നാ പറഞ്ഞ് ഹാപ്പി തോൽപ്പിച്ചതിൽ. അങ്ങനെ അതിൽ അവൾ ജയിച്ചു. അവൾ മുൻപ് പറഞ്ഞതിന് മറുപടിയും കൊടുത്തു. അത് കഴിഞ്ഞ സോൾ ടെമ്പിളിൽ അവിടെ ഷൗമോ എന്നൊരു പെൺകുട്ടി. അവളുടെ പിറകെ 2 പേര്. ഷൗമോ എല്ലാ മാച്ചും ജയിച്ചു. അവൾ വളരെ സ്ട്രോങ് ആണ്, തോൽപ്പിക്കാൻ കഴിയില്ല.
എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ഓപ്പോസിറ്റായിട്ട് ഇങ്ങർ എന്ന പേരുള്ള ഒരു പെൺകുട്ടി, അവൾ സോൾ ടെമ്പിളിലാണ്. അവളോട് നീ ആരുടെ അടുത്ത് പോയി തോൽക്കരുത്, എനിക്ക് നീയുമായിട്ട് മത്സരിക്കണം, അതിന് അവൾ ഞാൻ ആരുടെ മുൻപിലും തോൽക്കില്ല, നിന്റെ മുൻപിലും തോൽക്കില്ല എന്ന് പറഞ്ഞു പോകുന്നു. ഈഗോ വാർ അവിടെ സ്റ്റാർട്ടായി. അതുപോലെ സാമുവലിൻ്റെ ഹീലിംഗ് ടെമ്പിൾ, അവിടെ ഒരുത്തൻ്റെ ഒരു അറ്റാക്ക് സ്കില്ല്, അവർ ഹീലിംഗ് ടെമ്പിൾ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഫൈറ്റിൽ അത്ര രീതിയിൽ കാണില്ല. ഒരുപാട് ടവർ, അതിൽ നിന്ന് ഫയർ വെച്ച് അറ്റാക്ക് അവനോട് ഗീവ് അപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ സാമുവലാകട്ടെ ചെയ്യുന്നത് ഓരോരോ ടവർ പൊട്ടിക്കാനായിട്ട് തുടങ്ങി. ഓരോന്നോരോന്നായിട്ട് അങ്ങനെ എല്ലാം പൊട്ടിക്കുമ്പോഴാണ് അത് റൂൾസ് അല്ലേ, അത് ബ്രേക്ക് ചെയ്യാതെ റൂൾസിന് എതിരല്ലേ എന്ന് ചോദിക്കണോ ഒരുത്തൻ. അത് കേട്ടിട്ട് അരീനയുടെ ഓപ്പോസിറ്റ് ആളുടെ അത് പൊട്ടിക്കുന്നതില്ലേ റൂളില്ല, അവൻ കയറി ഇരുന്നിട്ട് ഇനി നീ കുറച്ചോട്. ആ പില്ലേഴ്സ് കൺട്രോൾ ഇല്ലാതെ ഫയർ വന്നപ്പോൾ അവന് കിട്ടി. റഫറിയോട് ഇത് ചീറ്റിംഗ് ആണ് എന്ന് പറയുമ്പോൾ ചീഫ് ഡിസൈഡ് ചെയ്തു ഈ മാച്ച് കഴിഞ്ഞു അവൻ ജയിച്ചു. അത് കേട്ട് സാമുവലിനെ കളിയാക്കി ചിരിക്കുമ്പോഴാണ് സാമുവൽ ഡയറക്റ്റ് ഫൈനലിൽ. അത് കേട്ട് സാമുവൽ ഒന്ന് ഞെട്ടി എങ്കിലും തിരിച്ചും കളിയാക്കുന്നു. അവിടെ റൗഷി എന്നോ ഉള്ള ഒരാളെ കാണാം. അത് കഴിഞ്ഞ് ഹാവച്ചൻ ലിന്നു കൊടുത്ത പിൽസ് അത് കാരണം പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് ഒരാൾ വരുന്നത്. അവൻ്റെ ലെവൽ 5 ഏകദേശം അടുത്തെത്തി ലെവൽ 4 പീക്ക് ലെവലായി. പെട്ടെന്നാണ് അങ്ങോട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നത്. എനിക്കിതുവരെ ഇവളുടെ പേരറിയില്ല, ഷായറോ അങ്ങനെ എന്തോന്ന് പറയുന്നത്, ഷെങ്ങർ എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ പറ. അവളുടെ കണ്ണ് അത് കണ്ട് അട്രാക്ട് ചെയ്തപോലെ സ്വാഭാവികം. അവൾ മുന്നോട്ട് പോകുന്നത് കണ്ട് അവൾ വീഴുമെന്ന് കരുതി സൂക്ഷിക്കാനായിട്ട് പറഞ്ഞ് പിടിക്കുന്നു. പെട്ടെന്നാണ് ഒരു വെയിൽ അല്ലെങ്കിൽ ദൃത്യമെങ്കിലും അതുവഴി പാസ് ചെയ്തു പോകുന്നത്. അത് കണ്ട് അതിശയം. ഈ കടലിൽ കിടക്കേണ്ട മീനൊക്കെ ആകാശത്ത് പോയി വീട്ടുപെട. അവളോട് ഞാൻ കൊണ്ടാകട്ടെ എന്ന് ചോദിക്കുമ്പോൾ മുഖത്തടിച്ച് വേണ്ട ഞാൻ വെക്കോളാം എന്ന് പറഞ്ഞ് പോകുന്നു. ദൂരെ നിന്ന് അവളെ വാച്ച് ചെയ്യുന്ന അസാസിൻ ടെമ്പിളിലെ ആൾക്കാർ അല്ലെങ്കിൽ അവളുടെ അസിസ്റ്റൻസ് നമ്മുടെ മിസ് റയറായിട്ടാണ് ഇതുപോലെ നടക്കാൻ ഇറങ്ങി. അവനത് നശിപ്പിച്ചു. അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. എന്തോ ഒരു കില്ലിങ് അവർ അത് അവന് ഫീൽ ചെയ്ത് അവളെ പ്രൊട്ടക്റ്റ് ആയിട്ട് വന്നു. അപ്പോഴാണ് അവൾ കൊടുത്ത റിങ് അതിൽ ടച്ച് ചെയ്തു. അത് അവനാണെന്ന് അന്ന് പാസ്റ്റിൽ നടന്ന ആ പയ്യനാണെന്ന് മനസ്സിലായത്. അപ്പോൾ തന്നെ സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരു ടച്ച് വേണ്ട എന്ന രീതിയിൽ നമ്മുടെ ആവശ്യമില്ല, മിസ് തന്നെ അവനെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അവൾ അവനോട് എന്നെ വീട്ടിലിട്ട് കൊണ്ടുപോകാനായിട്ട് പറയുന്നത്. അത് കേട്ട് ഷോക്ക്. പിന്നെ നോക്കി ആരുമില്ല, തോന്നിയതാണോ എന്ന് വിചാരിച്ചിട്ട് അവൻ അവളുടെ കൈ പിടിച്ച്. അത് അവളുടെ റിങ് ആയതുകൊണ്ട് തന്നെ അവനെ മാത്രമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെ അവളുടെ ഇമാജിനേഷനിൽ അറിഞ്ഞ് അതിലും എന്തെങ്കിലും കാണുമായിരിക്കാം. എന്ത് തന്നെയാലും ലൈറ്റ് ഉണ്ടാക്കും. ഒറ്റ ഷോട്ടിൽ അവളുടെ ഇരുട്ടിലായി കിടക്കുന്ന ലൈഫിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ വരുന്നു എന്ന രീതിയിൽ ലൈറ്റ് ഉണ്ടാർക്കും അതിനെ കാണിക്കുന്നുണ്ട്. എന്തായാലും എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ 78 സ്റ്റെപ്പ് മുന്നോട്ട്, 37 റൈറ്റ്, 26 ലെഫ്റ്റ് അങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കൊണ്ടുപോകുന്നു. അന്ന് സംസാരിക്കാനുള്ളതായിരുന്നു അവളുടെ ട്രയലിന് കൊടുത്തത്. സംസാരമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവൾക്ക് കാഴ്ചയില്ല. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് അവിടെയുള്ള പിള്ളേര് സംസാരിക്കുന്നതൊക്കെ കേൾക്കുകയും അതൊക്കെ കേട്ടിട്ട് അവനോട് പേര് ഒതുങ്ങുന്നു. അവനും ലാവും ഹാവച്ചൻ അവളുടെ ഇത് പറയുന്നു. ആ പേര് കേട്ടിട്ട് കൊള്ളാലോ, നല്ല പേര്, ഇവളെങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നതെന്ന് അവന് മനസ്സിലാലോചിക്കണം. അവൾ ഒറ്റയ്ക്കാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഫാമിലിയുടെ കാര്യം ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ട് ഉത്തരം പറയുന്നില്ല. അവന് മനസ്സിലായി അവൾക്ക് ഫാമിലി ഇല്ല, ഇനി അവനും അതുപോലെയാണല്ലോ. പിന്നെ ചോദിക്കാൻ നിന്നില്ല. പിന്നെ എന്തെങ്കിലും പൊങ്ങി വരുന്നു. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് എടുക്കുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ അവള് നിർത്തി. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ്. അവന് പെട്ടെന്ന് ഓക്കെ എന്ന് പറഞ്ഞ് കൈ വെപ്പണത്തോടെ വിട്ടിട്ട് സോറ് പറഞ്ഞ് ഞാൻ അകത്തേക്ക് കൊണ്ട് പറഞ്ഞോ. അവള് വേണ്ട, ഇതുവരെ മതി, എങ്കിൽ ഞാൻ പോകുന്നു, നമുക്ക് ഇനി മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് പോയി. അവൾക്കാകട്ടെ ഒരുപാട് വർഷം കഴിഞ്ഞ് മീറ്റ് ചെയ്ത ഹാപ്പി ഒരു ഫ്രണ്ടിന് അവന് അവളോട് എന്തോ പോലെ തോന്നി. പിന്നെ അവിടെ എന്തോ പോവാണ്. അവൻ പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ മുഖം പെട്ടെന്ന് മാറ്റിയിട്ട് സ്റ്റിക്ക് ഉപയോഗിച്ച് തറയിലടിക്കുന്നു. അപ്പോൾ അവളുടെ കൂടെ ഒരുപാട് പേര് അവർ വന്ന് അപ്പോൾ നിങ്ങൾ എന്താണ് കണ്ടത്? ഒരുത്ത മിസ് ഒരു പയ്യൻ്റെ കൂടെ വന്ന് സ്റ്റിക്ക് തറയിലടിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കിയിട്ട് തൂക്കി എറിഞ്ഞു. നമ്മളൊന്നും കണ്ടില്ല, ഈ നടന്നത് ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്നു. അവർ ഉറപ്പായും പറയില്ല. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താകുന്നെങ്കിൽ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.